നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നു. ഘടകകക്ഷികളിലൊന്നായ RJD ഞങ്ങൾ വലിഞ്ഞു കയറിയവരല്ല, ഞങ്ങളെ വിളിച്ച് കയറ്റിയതാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു. മറ്റൊരു ഘടകകക്ഷിയായ NCPയിലെ ഒരു വിഭാഗവും പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, അടിച്ച് പിരിയുമോ? യൂട്യൂബിലെ ഡിബേറ്റ് പോളിൽ പങ്കെടുത്ത് പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ റെജി ചെറിയാൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ യൂജീൻ മൊറേലി, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു എന്നിവ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ യൂജിൻ മൊറേലിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ യൂജിൻ, പാർട്ടി നേരിടുന്ന അവഗണനയെപ്പറ്റി ഇടതുമുന്നണിയിൽ പലവട്ടം പരാതിപ്പെട്ടു. മാത്രമല്ല, രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു. ഒരു തരത്തിലുമുള്ള പരിഗണന കിട്ടാതെ വന്നപ്പോഴാണോ ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ? രാജ്യസഭാ സീറ്റ് പ്രശ്നം അതിനി ഉദിക്കുന്നില്ല, മന്ത്രിസ്ഥാനം വേണമെന്നതാണോ ഡിമാൻഡ്? ഈ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതല്ല. രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി മാത്രമായിട്ട് ഒതുക്കി നിർത്താവുന്ന ഒരു കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപം നൽകിയ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവാണ് MP വീരേന്ദ്രകുമാറും PV ശിവൻകുമാറും ഒക്കെ. ചില അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില ധാരണ പശുക്കളുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി വിടുകയാണ്. പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറി. ഞങ്ങളുടെ പാർട്ടിയിലെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട MP വീരേന്ദ്രകുമാറിന്റെ വസതിയിൽ ചെന്ന്, അണ്ടർലൈൻ ചെയ്ത് പറയാം, വസതിയിൽ ചെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ ഇടതുപക്ഷ മുന്നണിയുടെ മുഴുവൻ സഖാക്കളും നേതാക്കളും ഞങ്ങൾ തിരിച്ചു വരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയുണ്ട്. ആ ആവശ്യം ഞങ്ങൾക്കും തീർച്ചയായിട്ടും ന്യായമാണെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തീരുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യരെന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ മുന്നണിയിലെ പിന്തുണയ്ക്കുന്ന കക്ഷിയായി മുന്നണിക്ക് അകത്ത് പ്രവേശിക്കുന്നതിന് 1 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. ഈ അടുത്ത മുന്നണി പ്രവേശനം നൽകിയ കേരള കോൺഗ്രസിന് ആ ഒരു പ്രയാസം ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത് വന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ന്യായമായും ലഭിക്കാൻ കേരള ചരിത്രത്തിൽ രൂപീകൃതമായ ആ കാലം മുതൽ ഇന്ന് വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും സോഷ്യലിസ്റ്റ് കക്ഷികൾ മത്സരിച്ചിട്ടുണ്ട്. അത് പല പേരുകളിലാവാം. ഞങ്ങളുടെ പാർട്ടിക്ക് തീർച്ചയായും അർഹതപ്പെട്ട സീറ്റ് ആദ്യം തന്നെ നിഷേധിക്കുകയാണുണ്ടായത്. അന്ന് ഉഭയകക്ഷി ചർച്ച നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പരിഗണിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം CPI-യും മാത്രമാണ് മത്സരിക്കുന്നത്. മുന്നണി അടിസ്ഥാനത്തിൽ 16 സീറ്റ് CPM-ഉം 4 സീറ്റ് CPI-യുമായിട്ട് തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഒരേ മനസ്സോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. പിന്നീട് വന്ന അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്നതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഐക്യമുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ മത്സരിച്ചത് 7 സീറ്റിലാണ്. കേരള കോൺഗ്രസ് മാണി മത്സരിച്ചത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 15ഓളം സീറ്റിൽ നിന്നാണ്. മാണി മത്സരിച്ച 15ഓളം സീറ്റുകളിൽ
അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കും. അവർക്ക് ഏതാണ്ട് 12-13 സീറ്റ് ഇപ്പോൾ കൊടുത്തു, നിയമസഭയിൽ മത്സരിക്കാൻ കൊടുത്തു. പക്ഷെ ഞങ്ങൾ 7 സീറ്റിൽ മത്സരിച്ചെടുത്ത് ഞങ്ങൾക്ക് ലഭിച്ചത് മലബാർ മേഖലയിൽ മാത്രം ഒതുക്കി 3 സീറ്റുകൾ മാത്രമാണ്. ഇതിനെ സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാര്യമായി നടന്നില്ല. അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വിഷമവും ഉണ്ടായി. ഞങ്ങൾ പ്രവർത്തകർ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങേണ്ട ആളുകളല്ല, എല്ലാ മേഖലയും ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. CPM ഒരു വലിയ രാഷ്ട്രീയ സംഘടനയാണ്. CP മോശമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ ചിലയിടങ്ങളിൽ, ചുരുക്കം ചില സ്ഥലങ്ങളാണെങ്കിൽ പോലും CPM-നേക്കാൾ സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. CPI-യേക്കാൾ അതിൽ കൂടുതൽ സംഘടനാ സംവിധാനം പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെ 3 നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ മാത്രം അനുവദിച്ചുകൊണ്ട് മാറ്റപ്പെട്ടു. പിന്നീട് മറ്റു പല അധികാരത്തിൽ വന്നു ഇടതുപക്ഷ സർക്കാർ. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി. എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും, ജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി. പക്ഷേ RJD-യെ മാത്രം, RJD പ്രതിനിധി ശ്രീമാൻ KP മോഹനെ മാത്രം മാറ്റി നിർത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, ശ്രീ യൂജിൻ, ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നില്ല മന്ത്രിസ്ഥാനത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അങ്ങനെ പറയുന്നതിൽ ഒരു യുക്തിയും ഇക്കാര്യത്തിൽ. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും ചകഞ്ഞ് പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ MP ശ്രേംസ് കുമാറിന്റെ വസതിയിലുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അവിടെ കൽപ്പറ്റയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഓട്ടം ഓടി ക്ഷീണിതനായി ഡോക്ടർ 2 ആഴ്ച വിശ്രമം പറഞ്ഞു. അത് വകവയ്ക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിനും ഉഭയകക്ഷി ചർച്ചയ്ക്കും പോയി. അദ്ദേഹം പോയത് ഞങ്ങൾ പിടിച്ച് കയറ്റുകയാണുണ്ടായിരുന്നു, കാറിൽ, നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യൻ. എന്നിട്ട് പോയി ചർച്ചയ്ക്ക് പോയി ഞങ്ങൾക്കിത് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ ജനതാ ലെസ്സിനെയും അതുപോലെ തന്നെ നിങ്ങളെയും ഒരു കക്ഷിയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുക. ഞങ്ങൾക്ക് എന്ത് നിലപാടെടുക്കാൻ വേണ്ടി പറ്റും? ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പാവപ്പെട്ട പ്രവർത്തകർ, ഈ വിജയത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. പക്ഷെ ഞങ്ങളോട് അവിടെയും നീതി നിഷേധിക്കപ്പെടാം. അല്ല, ശ്രീ യൂജിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJD-ക്ക് സീറ്റ് നിഷേധിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യപ്പെടാമായിരുന്നില്ലേ ഒഴിവ് വരുന്ന ഒരു സീറ്റ് ഞങ്ങൾക്ക് തരണം എന്ന്? അങ്ങനെ ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് രാജ്യസഭയിലേക്കുള്ള ഒഴിവ് വരുന്ന ഒരു സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം UDF-ൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ പക്കൽ ഒരു രാജ്യസഭ സീറ്റ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ലോക്സഭയിലേക്ക് സീറ്റ് നിഷേധിച്ച ഇടതുമുന്നണി നേതൃത്വം ഞങ്ങൾക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് തരണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിരുന്നോ? ശക്തമായി ആവശ്യപ്പെടാം എന്നത് അത് ഏത് രീതിയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്കിത് ചോദിക്കാനല്ലേ പറ്റും, നമുക്ക് കത്ത് കൊടുക്കാനല്ലേ പറ്റും, നമുക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പോയി, LDF-ന്റെ കമ്മിറ്റിയിൽ പോയി ഈ ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കാനല്ലേ പറ്റും. അതല്ലാതെ ഓരോ നേതാക്കളുടെയും പുറകെ പോയി കാല് പിടിച്ച് ഞങ്ങൾക്ക് ഇത് തരണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റും? അങ്ങനെയുള്ള ആളുകളല്ല ഞങ്ങൾ. അങ്ങനെയൊന്നും തലകുമ്പിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കില്ല. ഇവിടെ ലോക്സഭാ സീറ്റിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോഴും ആ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രതിസന്ധി പ്രശ്നവും ഉണ്ടായി. രാജ്യസഭ തീർച്ചയായിട്ടും ഇതിലെങ്കിലും പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായത്. ഞങ്ങള് ഐക്യമുന്നണിയിൽ നിന്ന് LDF-ലേക്ക് വരുമ്പോ MP വീരേന്ദ്രകുമാർ രാജ്യസഭാ അംഗമായിരുന്നു. പിന്നീട് കുറച്ചു നാള് ശ്രേംസ് കുമാറിന് രാജ്യസഭാ അംഗമായിട്ട് തുടരാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സാധിച്ചുവെങ്കിൽ പോലും അത് തിരിച്ചെടുക്കുകയല്ലേ ഉണ്ടായത്. ആ സീറ്റും CPI കൈവശമാക്കിയല്ലേ ഉണ്ടായത്. അവിടെ എന്ത് മുന്നണി മര്യാദയാണ് CPI-ക്കാർ ചെയ്തത്? വീണ്ടും ഇതേ കാര്യം തന്നെ വീണ്ടും ഇപ്പോൾ ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ കേരള കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് കൊടുക്കുകയും ഞങ്ങൾക്കത് നിഷേധിക്കപ്പെടുകയും ചെയ്യാനുള്ള ഉണ്ടായത്. അങ്ങനെയെങ്കിൽ മുന്നണി മര്യാദ അനുസരിച്ച് CPI ആ സീറ്റ് വിട്ടുതരാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ടതല്ലേ?
അവിടെ എവിടെയാണ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യം രൂപപ്പെട്ട് അത് കൂടുതൽ ഗുണകരമാക്കി കൊണ്ടുവരാൻ വേണ്ടി ഏത് രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്? അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ രാജ്യസഭ ഒരു ഇഷ്യൂ, ലോകസഭ മറ്റൊരു ഇഷ്യൂ, മന്ത്രിയില്ലാത്ത മറ്റൊരു പാർട്ടി എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ നേതാക്കളൊക്കെ ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ആളുകളല്ല. പ്രിയപ്പെട്ട വീരേന്ദ്രകുമാറൊക്കെ തന്നെ 1.5 വർഷക്കാലത്തോളം സഖാവ് പിണറായി വിജയനോടൊപ്പം തന്നെ ജയിലിൽ കിടന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ആളുകളാണ്. അന്തസ്സുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. ഒരു വലിയ രാഷ്ട്രീയ സംവിധാനം കേരളത്തിലുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോഴിക്കോട് 10,000-കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തിട്ടല്ലേ ഞങ്ങളുടെ വീരേന്ദ്രകുമാർ അനുസ്മര റാലി കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹമല്ലേ ഉദ്ഘാടനം ചെയ്തത്? RJD എന്ന് പറയുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലില്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി ബീഹാറിൽ CPM-ന് സീറ്റ് അനുവദിച്ചില്ലേ? അതുപോലെ തന്നെ CPI-ML 2 ലോക്സഭാംഗങ്ങളെ അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് RJD-യുടെ സംഭാവനയല്ലേ? തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി അവർക്ക് വേണമെങ്കിൽ അവിടെ തമിഴ്നാട്ടിലുള്ള എല്ലാ സീറ്റുകളിലും വിജയിക്കാം. തനിച്ച് അതിനുള്ള സംവിധാനം DMK-ക്കുണ്ട്. പക്ഷെ CPM-ന് മറ്റു കക്ഷികൾക്കൊക്കെയും പകുതി സീറ്റുകൾ മാറ്റിവെക്കുകയല്ല ഉണ്ടായത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അതായത് CPM ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അന്തിമ തീരുമാനം എടുക്കുന്നത്. കാരണം ഇടതുമുന്നണിയെ നയിക്കുന്നത് CPM ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പിണറായി വിജയനും വീരേന്ദ്രകുമാറുമായിട്ടുള്ള അടുപ്പം, ആ ബന്ധത്തെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. ഇവിടെ ഈ RJD-യെ ഒതുക്കാൻ CPM അല്ലാതെ മറ്റേതെങ്കിലും ഘടകകക്ഷികൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ചർച്ചകൾ മുന്നണിക്കകത്ത് നടന്നോ? ഇപ്പോൾ CPM-ന് അനായാസം നിങ്ങൾക്ക് ഒരു സീറ്റ് തരാം, പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന, അതിന് വിഘാതമായി നിലയുറപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ? ഞങ്ങൾക്ക് എത്ര മനസ്സിലാകുന്നത്. CPM-ന്റെ പ്രവർത്തകരൊക്കെ ഞങ്ങളോട് പ്രയാസമുണ്ട്, അവർക്ക് വിഷമമുണ്ട്. പലപ്പോഴും മുന്നണിയിലെ താഴെത്തട്ടിലുള്ള യോഗങ്ങളിൽ ഞങ്ങളുടെ നേതാക്കൾ സംസാരിക്കുമ്പോൾ അവരോട് CPM-ന്റെ നേതാക്കൾക്ക് പറയുന്നത് എന്താണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലീഡർഷിപ്പ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പാലയിലെ ഒരു മുനിസിപ്പൽ കൗൺസിലറെ, അവിടുത്തെ പാലയിലെ മറ്റേ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ബിനു അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കാൻ്റെ കാരണം കേരള കോൺഗ്രസിനെതിരെ എന്തോ ഒരു പ്രസ്താവനയും മറ്റു ബന്ധപ്പെട്ട എന്തോ നിലപാടെടുത്തു എന്നതാണ്. ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേമിസ് കുമാർ, പ്രിയപ്പെട്ട വീരേന്ദ്രകുമാർ ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തിന് CPM-ന്റെ മറ്റേ എന്താ പറയാ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ഇവരുണ്ടാക്കി കൂട്ടിയ ഒരു ചെറിയൊരു കൂട്ടത്തിനെ വെച്ചിട്ട് എന്തെല്ലാം മോശം വർത്തമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴും ഇതിനൊക്കെ തന്നെ ആരുടെയൊക്കെയോ ഇടപെടലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അത് ശരിയായൊരു നിലപാടാണ്. അപ്പൊ രണ്ട് രീതിയിലല്ലേ കാര്യങ്ങൾ കാണുന്നത്. ആ കാണുന്നത് എന്തിനടിസ്ഥാനത്തിൽ? ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ പലരും പറയുന്നുണ്ട് ഞങ്ങൾ മുന്നണി മാറാൻ പോകുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കുന്നൊക്കെ. ഞങ്ങളൊന്നും പോകാൻ തയ്യാറല്ല. അതിന്റെ അടിസ്ഥാന കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രൂപം നൽകിയ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ മുന്നണി ഞങ്ങളുടെയും കൂടിയും സ്വന്തമാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു രീതിയും ശൈലിയും ഞങ്ങൾക്ക് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കടമയും ഞങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എല്ലാ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തേണ്ടത്. ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത്. ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ആത്മാർത്ഥമായി സീറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ കാര്യമായി പണിയെടുത്തവരാണ്. പക്ഷെ പരാജയം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷിയിലേക്ക് വലിയ വോട്ട് ചോർച്ച ഉണ്ടാകും. അപ്പൊ അത് പഠിക്കേണ്ടത്. അവിടെ എല്ലാം ശരിയാണ്, ഇതുവരെ ഒരു തെറ്റുകളും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, ഭരണത്തെ സംബന്ധിച്ച് 100% വലിയ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഈ പോരായ്മകൾ പരിഹരിച്ചേ പറ്റൂ, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയേ പറ്റൂ. ഇവിടെ കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞതുപോലെ, CPM-ന്റെ നേതാവ് സുധാകരൻ പറഞ്ഞതുപോലെ, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകർ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ
തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത് ആ പ്രസ്ഥാനത്തെയും പാവങ്ങളെയും അതുപോലെ തന്നെ പിന്നോക്കക്കാർക്ക് നിലനിൽക്കുന്ന രാഷ്ട്രീയ Yes. പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെ കടമയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇത്രയും നാൾ മുന്നണി മര്യാദ അനുസരിച്ച് ഞങ്ങളൊക്കെയും അതിന്റെ അച്ചടക്കവും മറ്റു കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പുറത്ത് പറയാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ജനത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. താഴെത്തട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കണ്ടേ. ഞങ്ങളുടെ പ്രവർത്തകരെ ഒരുമിച്ച് നിർത്തേണ്ടേ. ഇവിടെ നിങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിക്കണം. നിങ്ങൾ അത് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കണക്കുകളൊന്ന് പരിശോധിക്കും. ഞങ്ങൾക്ക് 1.40% വോട്ട് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയും അവർക്ക് മന്ത്രിസ്ഥാനവും കൊടുത്തു. കേരളത്തിൽ ആകെ അവർക്ക് ലഭിച്ച വോട്ട് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 1612 വോട്ട്. ഞാനൊരു കക്ഷിയെ മോശമാക്കി പറയല്ല, അവർക്ക് മന്ത്രിസ്ഥാനം നൽകി. പക്ഷേ 3 ലക്ഷത്തോളം വോട്ടുകൾ ലഭിച്ച 1.40% ഉള്ള ഒരു രാഷ്ട്രീയ കക്ഷിയെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ കേരളത്തിൽ ആകെ ലഭിച്ച 1612 വോട്ടുള്ള ഒരു കക്ഷിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത്. കേരള കോൺഗ്രസ് കറിയ വിഭാഗമുണ്ട് ഇടതുപക്ഷ മുന്നണിയിൽ. ഈ കേരളത്തിൽ ആകെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അവർക്ക് ലഭിച്ച വോട്ട് 744 വോട്ടാണ്. INL മറ്റൊരു കക്ഷിയാണ് 0.66. NCP ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും അറിയാൻ വേണ്ടി പറയാണ് 0.63 ആണ് അവർക്ക് ലഭിച്ച വോട്ട്. കേരള കോൺഗ്രസിന് ലഭിച്ച വോട്ട് 2.54ആണ്. CPM-ന് 26ഉം CPI-ക്ക് 6% വോട്ടുകളാണ് ലഭിച്ചത്. മന്ത്രിസ്ഥാനം ഇപ്പൊ നൽകിയിട്ടുള്ള കോൺഗ്രസ് എസിന് ആകെ ലഭിച്ച വോട്ട് 0.02% മാത്രമാണ്. കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാർ മന്ത്രിയാണ്. അവർക്ക് ലഭിച്ച വോട്ട് എത്രയാണ്? 0.19% മാത്രമാണ്. 1.40% ഉള്ള 3 ലക്ഷം വോട്ടുകൾ ഞങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ നിലവിലുള്ള കക്ഷികളിലൊക്കെ സ്റ്റാറ്റസ് കോ, അതായത് CPI ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടില്ലേ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത്. ഒരു സ്ഥലത്തും വിട്ടു തന്നിട്ടില്ല. പക്ഷെ ഞങ്ങളൊക്കെയും അത് ബുദ്ധിമുട്ടി പുതിയ ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ കിട്ടിയിട്ട് പോലും ഞങ്ങൾ മത്സരിച്ച് ഇത്രയും ആളുകൾ 100-ലധികം ആളുകളെ വിജയിപ്പിക്കാൻ കഴിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളങ്ങനെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അവഗണന സഹിച്ചും ഇടതുമുന്നണിയിൽ തുടരും. അതാണ് RJDയുടെ നിലപാട്. റെജി ചെറിയാൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അവഗണനയുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് തുറന്നു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നും പാർട്ടിയുടെ നേതാവ് MV ശ്രേയാംസ് കുമാർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു.